ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു അടയാണ്. ഗോതമ്പ് വെച്ചിട്ട് ചുട്ടിട്ടുള്ള അടയാണ്. അട നമുക്ക് പുഴുങ്ങിയിട്ടും ചുട്ടിട്ടും ഉണ്ടാക്കാമല്ലോ. ഞാൻ ചുട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് കടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ച ശർക്കരയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 അച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് തളിച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം അട ഉണ്ടാക്കുന്നതിനനുസരിച്ച് തേങ്ങ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. എപ്പോഴും ഈ അട പുഴുങ്ങിയെടുക്കുന്ന അടക്കം ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിളയിച്ചെടുക്കുന്നതാണ് നല്ലത്. തേങ്ങ ശർക്കരയൊക്കെ ചുട്ടിട്ടാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. തേങ്ങയിലേക്ക് ശർക്കര അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ആക്കാം. പുഴുങ്ങുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിളയിച്ചെടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ മധുരമൊക്കെ ആ വെള്ളത്തിൽ ആവും. അപ്പോൾ അത്ര മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത്, ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും പിന്നെ പൊടിക്കാനൊരു മടിയായതുകൊണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുറച്ച് നെയ്യോട് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഓപ്ഷണലാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ടേസ്റ്റിനൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കണ്ട, കാരണം ഇരിക്കും തോറും കട്ടിയാവും. അപ്പം നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിങ്ങനെ കുഴച്ചിട്ടല്ല എടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഴക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലർ ചപ്പാത്തിനെക്കാട്ടിയും കുറച്ചൊന്ന് ലൂസായിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക ചെയ്യുക. ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇല ഇങ്ങനെ പരത്തി വെക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലൂസിൻ്റെ പെട്ടെന്ന് നമുക്ക് ഇലയിലാക്കുകയും ചെയ്യാം. എനിക്ക് ഇങ്ങനെയല്ല, ചപ്പാത്തിയുടെ ആ ഒരു ഇതിലാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് ഇലയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട്, വെള്ളത്തിലിങ്ങനെ കൈ തൊട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. എത്രത്തോളം തിന്നാക്കി കുഴക്കാൻ പറ്റുന്നോ അത്രത്തോളം തിന്നാക്കി ഇങ്ങനെ പരത്തിയെടുക്കാം. ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് പരത്തിയെടുക്കാൻ പറ്റും, വെള്ളം അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം പരത്തിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിത് മടക്കിയെടുക്കാം. ഇങ്ങനത്തെ നമുക്ക് എല്ലാ അടയും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അട ചൂടാൻ എപ്പോഴും ഒരു പാൻ ഉപയോഗിക്കാൻ നല്ലത്, കാരണം അട ചുടുമ്പോൾ പാൻ നാശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പ് പാത്രം തന്നെ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ ഒന്ന് ആയി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ആ ഇല ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ, മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇല നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇല മാറ്റാം. ഇല ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അത് ആയിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് അങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരുപാട് ഇങ്ങനെ ഇതാക്കണ്ട, അപ്പോൾ കട്ടി കൂടും. കറക്റ്റ് ഒരു പരുവത്തിനെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടായിട്ട് കിട്ടും. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഫില്ലിങ് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ചായക്ക് കടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അധികം മധുരം ഇഷ്ടമില്ലെങ്കിൽ അത്ര കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതേ ടൈപ്പിൽ നമുക്ക് പുഴുങ്ങിയിട്ടെടുക്കാം. പുഴുങ്ങിയെടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തേങ്ങ ശർക്കര ഒന്ന് വിളയിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടയുടെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ ചായക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് പുഴുങ്ങിയിട്ടെടുക്കാം. പുഴുങ്ങിയത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതേപോലെ തന്നെ പുഴുങ്ങിയിട്ടെടുക്കാം. പുഴുങ്ങിയിട്ടെടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഫില്ലിംഗ് ഒന്ന് ഡ്രൈ ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ മധുരമൊക്കെ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആണല്ലോ. ഇല ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.